പക്ഷേ ഈ ഗാഡ്ജറ്റുകൾ ഇപ്പൊ കൂടുതലും ഉപയോഗത്തിനപ്പുറത്തേക്ക് ഒരു ഐഡന്റിറ്റി ആയിട്ട് മാറിയിട്ടില്ല, ഒരു മനുഷ്യന്റെ ഐഡന്റിറ്റി ആണ് അവരുണ്ടാക്കുന്ന സാധനം. അല്ലാതെ ഇപ്പം ആപ്പിള് മറ്റേ പകുതി അടിച്ച ആപ്പിള് അത് അവരുണ്ടാക്കിയ ഒരു സാധനമാണ്. ദർ മാർക്കറ്റിംഗ് ഇസ് ബ്രില്യൻറ്റ്. ഇപ്പം നോക്ക് എല്ലാവരുടെ കയ്യിലും ഐഫോൺ ഉണ്ട്. വാട്ട് ഈസ് ദ ഡിഫറൻസ്? അതാണ് ഇപ്പം എൻ്റെ ഏറ്റവും വലിയ ചോദ്യം. എല്ലാവരും ഐഫോൺ എടുത്തു. പെരുമാറ്റപ്പെട്ട എല്ലാവരുടെ കയ്യിലും ഇപ്പം ഐഫോണുണ്ട്. പണ്ട് അതിനൊരു മറ്റേ നമ്മൾ പറയും മറ്റേ സെൽഫ് എസ്റ്റീം തരുന്ന ഒരു സാധനമാണ് ഐഫോൺ. ഇപ്പം അത് ആ സെൽഫ് എസ്റ്റീം ഇപ്പോൾ ആൾക്കാർ ഇപ്പോൾ ഫോൾഡബിൾ എടുക്കുകയാണ്. ബിക്കോസ് ദാറ്റ്സ് റെയർ ആയി തുടങ്ങി ആൾക്കാർക്ക്. അതാണ് ഒരാൾക്ക് ഒരു പോയിന്റ് അതിന് സ്റ്റാൻഡ് ഔട്ട് ആവണം. എസ്പെഷ്യലി ഹു ഹാസ് മണി. അവർക്ക് ആ ഒരു സാധനം വേണം. അതായത് ബാക്കിയുള്ളവരെക്കാട്ടിലും ഞാനൊന്ന് വേറിട്ട് നിൽക്കുക. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ലിമിറ്റഡ് എഡിഷൻസ്, ഗോൾഡ്, മറ്റേത് മറിച്ചത്, ബാക്കിൽ റോളക്സ് വെച്ച ഐഫോൺ, അതൊക്കെ ഇറക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ്. ആപ്പിൾ എന്ന് പറയുന്ന പേര് ഒന്നുമില്ല. ഞാൻ വളരെ ബ്ലാൻഡ് ആയിട്ട് പറഞ്ഞത് ദർ ഇസ് നത്തിങ്. ആ ഫോണിൽ ചെയ്യാൻ പറ്റുന്ന എന്ത് ഭയാനക സാധനമാണ്. ഇപ്പോൾ കുറേ പേര് വരും പ്രിവസി ഉണ്ട്, മറ്റതുണ്ട്, ആഡ്സ് ഇല്ല. സോ വാട്ട്? നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം ചെയ്യുന്നൊരു ഡിവൈസ് പോരെ. ചിലവർക്ക് ആഡ്സ് ഒരു വിഷയമല്ല. ഇപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം സാധാരണക്കാരൻ പോയി ഒരു കടയിൽ പോയിട്ട് സാധനം മേടിക്കുമ്പോൾ അവർ പറയും, ചേട്ടാ ബ്രോ എനിക്കൊരു 20,000 രൂപ ഫോൺ, എനിക്കൊരു 30,000 ഫോൺ. അവന്മാർ ഏറ്റവും വേഴ്സ് ഫോണായിരിക്കും അത് തല വെച്ച് കൊടുക്കുന്നത്. ബിക്കോസ് ദേ ഗെറ്റ് കമ്മീഷൻ ഫ്രം ദ കമ്പനി. അങ്ങനത്തെ ഒരു പോയിന്റ് ഇതാണ് ഓഫ്ലൈൻ മാർക്കറ്റ്. ഓൺലൈൻ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്നവരാണ് നമ്മളെ പോലത്തെ ഈ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും നല്ല ഫോണുണ്ടോ എന്ന് ചോദിക്കുന്ന ആൾക്കാർ. ബാക്കി ആ ഒരു മെജോറിറ്റി എന്ന് പറയുന്നത് ഇതാണ് കടയിൽ പോകുന്നത്. അതായത് ഈ എസ്പെഷ്യലി ഒരു യൂത്ത് എന്നുള്ള രീതിയിൽ നിന്ന് താഴെയുള്ള ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ പോയിട്ട് ഒരു ഫോൺ ചോദിക്കുന്നു, ആ കടക്കാരൻ നല്ല രീതിയിൽ വെച്ചു കൊടുക്കുന്നു. എൻ്റെ അടുത്തൊരു ഫ്രണ്ട് പറഞ്ഞൊരു കമന്റ് ആണ്, ഷസാമിന് ഏറ്റവും ഇഷ്ടമില്ലാത്ത ഫ്രൂട്ട് ആപ്പിൾ ആണെന്ന്. അവർ എനിക്ക് ഐ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം വിത്ത് ആപ്പിൾ. ഞാൻ ആപ്പിളിന്റെ പ്രശ്നങ്ങൾ മാത്രം പറയും. ആപ്പിൾ ഇസ് ഇൻ ദ പെർഫെക്റ്റ് ഫോൺ. എൻ്റെതാണ്. എല്ലാവരും ഒന്നും ഇതുപോലെ ഒരു ഗസ്റ്റ് ഇതുപോലെ പെർഫെക്റ്റ് ഇല്ല. എനിക്ക് ഓപ്പൺ ആയിട്ട് പറയണേ, അതിൻ്റെ വീഡിയോ എടുക്കാൻ നോ ഫോൺ ഇൻ ദിസ് വേൾഡ് വീഡിയോ എടുക്കാൻ ആപ്പിളിനെ വെട്ടാൻ പറ്റില്ല. ദേ ആർ ദ ബെസ്റ്റ്. അതല്ലാതെ സോഫ്റ്റ്വെയറിൻ്റെ ഒരു കുറച്ച് ഇതുണ്ട്. ആ സോഫ്റ്റ്വെയറിൽ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പം ആൻഡ്രോയിഡ് എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കുറേ സാധനങ്ങൾ ചെയ്യാൻ പറ്റും അവിടെ. അത് ആപ്പിൾ ഇല്ല. നമ്മളിത് എടുത്തു പറയുമ്പോൾ നമ്മൾ പറ്റതാണ് വിരോധിയാണ്, നമുക്ക് ഇഷ്ടമല്ല. ഈ ഫോട്ടോ എന്നെ സെൽഫി എടുക്കാൻ വന്നവർ സ്ഥിരം അടിയുണ്ടായാലും ബ്രോ ആപ്പിളിൻ്റെ ഫോണാണ്. ഞാനിപ്പോൾ ഞാൻ തോന്നി എൻ്റെ കയ്യിലും ഉണ്ട്. അപ്പോൾ ബ്രോ ഇതൊക്കെ കുറ്റം പറഞ്ഞിട്ട് ഈ സാധനം യൂസ് ചെയ്യാം. ഞാൻ എടാ പിന്നെ ടെക്ക് ചാനൽ തുറന്നു വെച്ചിട്ട് ഞാൻ പിന്നെ എല്ലാം നോക്കണ്ടേ. അപ്പോൾ അതാണ് ഞാൻ ആപ്പിളിൻ്റെ ഒരു ഫോൺ എപ്പോഴും എൻ്റെ കൈ കാണും. ബിക്കോസ് ആപ്പിളിൽ എന്താണ് മാറ്റങ്ങൾ എന്നൊക്കെ നോക്കണമല്ലോ. ആവശ്യം അനുസരിച്ച് വാങ്ങുക. എക്സാക്ട്ലി. വൈ യു ഹാവ് ടു പുഷ് യുവർ ബഡ്ജറ്റ്? EMI ഒക്കെ കൊടുത്ത് വലിയ വലിയ വില കൊടുത്ത് എന്തിനാണ് ആ ഒരു ഫോൺ? എനിക്കിപ്പോഴും തോന്നിയിട്ടില്ല. വൈ യു ഹാവ് ടു സ്പെൻഡ് സോ മച്ച് ഫോർ എ മൊബൈൽ ഡിവൈസ്? ഞാൻ പറയും, ഒന്ന് യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ഇമെയിൽ നോക്കുക, മെസ്സേജ്, ഫോൺ വിളി, നല്ലൊരു സ്ഥലത്ത് പോയി മെമ്മറീസ് ക്യാപ്ചർ ചെയ്യാനായിട്ടുള്ള ക്യാമറ. ഈ ചിലവരൊക്കെ വന്ന് ക്യാമറ നമ്മൾ ഈ കാണുന്ന ക്യാമറേനെയൊക്കെ വെച്ചൊക്കെ കമ്പയർ. ഞാൻ പറയും എന്തിന്? നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചിന്തിക്കുന്നത്? ഷസാം ചിന്തിച്ചിട്ടുണ്ടോ എന്നെ കുറിച്ച് ഏറ്റവും കൂടുതൽ മിസ്കൺസെപ്ഷൻ ഉള്ളത് എന്താണെന്നുള്ളത്? അല്ല, അത് എന്നെ കുറിച്ച് മാത്രമല്ല, ആസ് എ യൂട്യൂബർ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട്. ദേ ആർ വെരി റിച്ച്. വി ആർ നോട്ട് റിച്ച്. വി ആർ ഡെഫിനറ്റ്ലി നോട്ട്. ഇപ്പം ഞാൻ പറയും, ഒരു നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു IT വർക്ക് ചെയ്യുന്നൊരു വ്യക്തി, ഒരു ഏതെങ്കിലും ഒരു A, B, whatever the company, if he is getting monthly ഒരു 70K എന്ന് വിചാരിക്കുക. ഫോർ ഹിം നമ്മുടെ ജോലി ഒരു ബെറ്റർ. അമ്മാരെന്തോന്ന് വെറുതെ വീഡിയോ ഇടുന്ന കാശുണ്ടാകണം, ലക്ഷങ്ങൾ ഉണ്ടാകണം. ആ ലക്ഷം ഉണ്ടാക്കണമെങ്കിൽ ഐ തിങ്ക് യു ഗൈസ് നോ, ആ ലക്ഷം ഉണ്ടാക്കണമെങ്കിൽ ദ എമൗണ്ട് ഓഫ് വീഡിയോ വിച്ച് ഹാവ് ടു പുട്ട് ഒരു മാസം, അത് ആൾക്കാർ കാണുമോ ഇല്ലയോ? അവർ കാണുന്ന വെച്ചിട്ടാണ് നമ്മൾ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത്. ഞാനൊക്കെ നഷ്ടത്തിലാണ്. ഒരു ഫോണിൻ്റെ പ്രൈസിൻ്റെ പകുതി പോലും എനിക്ക് കിട്ടില്ല. ആ നഷ്ടത്തിലാണ് ഞാൻ പോകുന്നത്. ഇപ്പം നമുക്കുണ്ട് ചിലവ്, മനസ്സിലായില്ലേ? പുതിയ ഗിയർ, പുതിയ ഫോണ്, വീട്ടിലെ ചിലവ്, ഇതൊക്കെ നമ്മൾ നോക്കണം. ഈ കിട്ടുന്ന കാശ് അതിനേ ഉള്ളൂ, ചിലവാന്നുള്ളൂ. ഞാൻ മറ്റേ റോളിങ്ങിലാണ്. നമുക്ക് മറ്റേ സേവിങ് എന്ന് പറഞ്ഞാൽ മുട്ടയാണ്. ഞാൻ പറയില്ലേ, ഇപ്പം നമുക്ക് വീട്ടിൽ ഇൻകം ടാക്സ് റെയ്ഡ് വന്നതാണ്. അപ്പം എല്ലാം
സ്ട്രെയിറ്റ് ഫോർവേഡാണ്. നത്തിങ് അണ്ടർ ദ ടേബിൾ, നത്തിങ്. ബിക്കോസ് നമ്മൾ പഠിച്ച് വളർന്ന അങ്ങനെയാണ്, നമ്മൾ കണ്ട പടങ്ങളും അങ്ങനെയാണ്, നമ്മൾ ശിവാജിയൊക്കെ കണ്ടു വളർന്ന ആൾക്കാർ. അപ്പം നമ്മൾ ഒരിക്കലും ആ ഒരു പാതയിലൊന്നും പോകുന്ന നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. വാട്ട് എവർ ഇറ്റ് ഇസ്, ഇറ്റ് വിൽ ഹാസ് ടു ഗോ ത്രൂ ദ അക്കൗണ്ട്. അപ്പൊ ആ അക്കൗണ്ട് അവരെടുത്ത് ചോദിച്ച സത്യാവസ്ഥ പറഞ്ഞു. ഞാൻ അതിനുശേഷം ഒരു വീഡിയോ കണ്ട് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഈടി ചോദിച്ചു, എന്തിനാ മോനെ നീ ഇങ്ങനെ കാശ് കൊടുത്ത് റിവ്യൂ ചെയ്യുന്ന പ്രൊഡക്റ്റ് വാങ്ങിയില്ലേ? അതെ, അപ്പൊ അവരെടുത്ത് ചോദിച്ചാൽ അവർ കറക്റ്റ് പറഞ്ഞു തരും നമ്മളെയൊക്കെ ഒരു ഇത്. ബട്ട് ദർ ആർ ആക്ച്വലി പീപ്പിൾ ഹു ആർ വെരി സ്മാർട്ട്. പ്രോഡക്ട്സ് ഒക്കെ ആൾക്കാരെ നിന്ന് മേടിച്ച് ചെയ്യുന്ന ആൾക്കാരാണ്, വെൽ ആൻഡ് ഗുഡ്, അത് അവരിഷ്ടമാണ്. പക്ഷെ എൻ്റെ ഇതെന്ന് പറയുന്നത് നമ്മൾ മാക്സിമം എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള സാധനം കൊടുക്കണമെന്നുള്ളത് കൊണ്ട് ഈ നഷ്ടം അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്കും ബ്രാൻഡ്സിന്റെ ഫോണും മേടിച്ച് വെച്ചിട്ട് അവരിൽ നിന്ന് കാശും മേടിച്ച് വെച്ചിട്ട് സുഖമായിട്ട് ജീവിക്കാം. ആ സത്യം വരും. അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ സുഖമായിട്ട് കാശുണ്ടാക്കാം. അല്ലാത്ത വശം വൻ നഷ്ടമാണ്. ഷാസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് മലയാളി, എങ്ങനെയാണ് മലയാളി ഓഡിയൻസ് ഇതിനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? എൻ്റെ ഇതിൽ മലയാളി പൊളിയാണ്. പക്ഷെ ദേർ ആർ ആക്ച്വലി നമ്മൾ ഗുഡ് നെഗറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. എവ്രി വൺ വിൽ ഹാവ് ദാറ്റ് ആൻഡ് ഐ അക്സെപ്റ്റ് ദാറ്റ്. പക്ഷേ എന്നെ കൺമുന്നേ കിട്ടിക്കഴിഞ്ഞാൽ കൊടുക്കും ഞാൻ, അത്രേ ഉള്ളൂ. ദേർ ആർ ജെന്യുവിൻലി ഒരു 1.5 lakh വ്യൂവേഴ്സ്. നമ്മൾ എന്താണ് ഇടുന്നത് അല്ലെങ്കിൽ ഞാൻ എന്താണ് പറയുന്നതെന്ന് നോക്കുന്ന കുറച്ച് പേരുണ്ട്. എനിക്ക് അവർ മതി. ഞാൻ അതാ പറഞ്ഞു, എനിക്ക് I don't want my every video to reach millions and no. ഞാൻ എൻ്റെ ഒരു ജോലി എന്ന് പറയുന്നത് ഇടുന്നു, കാണേണ്ടത് അവരിഷ്ടമാണ്. നമുക്കാരും ഫോഴ്സ്ഫുള്ളി ഇത് കണ്ടേ പറ്റുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. യൂട്യൂബ് വീഡിയോസ് ചെയ്യുന്ന എല്ലാവരും യൂട്യൂബേഴ്സാണ്. കാരണം ഇപ്പൊ റീസെന്റ് നമ്മൾ ഒരു ആറാട്ടണ്ണൻ എനിക്ക് അതിൽ ഒട്ടും ഇതില്ല. ബിക്കോസ് യൂട്യൂബർ എന്ന് പറയുന്നത് ഒരു മോശ സംഭവമായിട്ട് കാണുന്ന കുറച്ച് പേരുണ്ട്. ആൻഡ് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ആൻഡ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ ഈ പുള്ളിയുടെ സംഭവമാണ്, പുള്ളിക്ക് എത്ര ഫോളോവേഴ്സ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ പറയും നമ്മളൊക്കെ ഒരു ദ വേ നമ്മൾ കഷ്ടപ്പെടുന്ന ഒരു ഇതുണ്ട്, നമ്മൾ ചെയ്യുന്ന റിസർച്ച് ഉണ്ട്, നമ്മൾ ചെയ്യുന്നൊരു എഫേർട്ട് ഉണ്ട്. ഞാൻ പറയുന്ന ഈ സാധനങ്ങളൊക്കെ ഇതൊക്കെ ചെയ്ത് നമ്മൾ ഉണ്ടാക്കിയ പേരാണ് ഈ പറയുന്ന യൂട്യൂബർ എന്ന് പറയുന്ന ടാഗ്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് പറയാം. വൈ യു ഹാവ് ടു സേ യൂട്യൂബർ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമർ എന്ന് പറയുന്നത് എന്തിനാ? നമുക്കിപ്പോഴും ഇതിൻ്റെ ഒരു ജോലിയായിട്ട് ഒരു മീഡിയയും അല്ലെ ഒരു ബാങ്കും കൺസിഡർ ചെയ്യത്തില്ല. ഈ പറയുന്ന ലോൺ കിട്ടിയൊന്നുമില്ല, പോയി കഴിഞ്ഞാൽ കണ്ടപ്പോഴോടാൻ പറയും. അപ്പോൾ നമ്മൾ മറ്റേ ക്രെഡിറ്റ് കാർഡൊക്കെ എടുത്ത് മറ്റേ സിബിൽ ഒക്കെ ഉണ്ടാക്കി അങ്ങനെയൊക്കെയാണ്. അപ്പൊ അതാണ് പറയുന്നത്, ദിസ് ഇസ് നോട്ട് ഈവൻ എ ജോബ്. കണ്ടിട്ടുണ്ടല്ലേ, പക്ഷെ ലോൺ ഇല്ല കേട്ടോ. നിങ്ങൾ ഭയങ്കര കിടിലാണ് ഞാൻ, പക്ഷെ ഇവിടെ ലോൺ കിട്ടൂല. സോ ദാറ്റ് ഇസ് ദേർ. ഓക്കെ. പക്ഷേ ഈ പറഞ്ഞിടയ്ക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പം ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ആൾക്കാർ, ടിക്ടോക്കിൽ ഫോളോവേഴ്സ്, ഇതിലെല്ലാം നമ്മളിപ്പം ഒരു ജനറലൈസ് ചെയ്യുന്ന ഒരു ടേം എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസർ എന്നാണ്. പക്ഷെ സത്യത്തിൽ ഈ ഇൻഫ്ലുവൻസർ എന്നുള്ള ടേം നമ്മൾ കുറച്ചും കൂടി ഒന്ന് പുനഃപരിശോധിക്കേണ്ട ആവശ്യമുണ്ടോ? ഉണ്ട്. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ ഇഫ് യു ഹാവ് എ ഹ്യൂജ് ഫോളോയിങ് യു ആർ എൻ ഇൻഫ്ലുവൻസർ. ഇപ്പോൾ നടന്മാരെ നമുക്ക് വേണമെങ്കിൽ ഒരു പരിധി ഒരു ഇൻഫ്ലുവൻസർ. ദേ ആർ ആക്ച്വലി ദേ ആർ ഇഫ് സമ്മൺ ഹു ഇൻഫ്ലുവൻസ് സമ്മൺ ഈസ് എൻ ഇൻഫ്ലുവൻസർ. അത് സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല, എനിവൺ വിത്ത് എ സെലിബ്രിറ്റി സ്റ്റേറ്റസ് ഈസ് എൻ ഇൻഫ്ലുവൻസർ എന്ന് ഞാൻ വിശ്വസിക്കുന്നു.